ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിൽ അസ്റാറു സൗം എന്ന പേരിലാണ് റംസാൻ വിശദീകരിക്കുന്നത്. സൗമിൻ്റെ ഉത്സാരങ്ങൾ എന്ന്. ഈ കാണുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പട്ടിണി കിടക്കുക എന്നതിനപ്പുറം നോമ്പ് കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്ന ആത്മിക പുരോഗതികൾ എന്ന്. അവിടുന്ന് 3 വിധത്തിൽ നോമ്പിനെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പട്ടിണി കിടക്കൽ, നമ്മളൊക്കെ ചെയ്യുന്ന പതിവ് നോമ്പ്. ഇത് വലിയ പ്രാധാന്യമുള്ള നോമ്പായിട്ട് അവിടുന്ന് പറയണില്ലേ. രണ്ടാമതായി അവിടുന്ന് പഠിപ്പിക്കുന്ന VIP-കളുടെ നോമ്പാണ് ഖവാസാകുന്ന ഇബാദിന്റെ നോമ്പ്. ആ നോമ്പിനെ കുറിച്ച് പറയുമ്പോഴാണ് തഖ്വയിലേക്കുള്ള ബന്ധം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. ഇമാം ഗസാലി പറയുന്നു, എന്താണ് ആ ടീമിന്റെ നോമ്പിന്റെ പ്രത്യേകത? രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ പട്ടിണി കിടക്കുന്നു, സാധാരണ പോലെ നിയത്ത് വെക്കുന്നു, ഫർളും ഷർത്തും ഒക്കെ പാലിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അവരുടെ ശരീരത്തിലെ ഒരു ഭാഗം കൊണ്ടും ഒരു ഹറാമും അവർ സമ്മതിക്കാതിരിക്കുന്നു. ഒരു ഹറാമും വരൂല. കൈകൊണ്ട് ഹറാമ് ചെയ്താൽ കൈയിൻ്റെ നോമ്പ് മുറിഞ്ഞു എന്ന് അവർ തീരുമാനിക്കും. കണ്ണുകൊണ്ട് അഹിതമായൊരു കാര്യം കണ്ടുപോയാൽ കണ്ണിൻ്റെ നോമ്പ് മുറിഞ്ഞു എന്ന് അവരങ്ങോട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ കൽബിനെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ചും. ഈ ഒരു നോമ്പിനെ കുറിച്ചാണ് VIP-കളുടെ നോമ്പ്, ഖവാസിന്റെ നോമ്പ് എന്ന് ഇമാം ഗസാലി തങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു തലത്തേക്കെങ്കിലും നോമ്പ് എത്തുമ്പോഴാണ് തഖ്വയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നന്മകൾ മുഴുവൻ പാലിക്കണം, തിന്മകളിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കണം. ഇതാണ് തഖ്വ. ഇമാം ഗസാലി രണ്ടാമതായി പരിചയപ്പെടുത്തുന്ന നോമ്പാണ് ആ തലത്തിലേക്ക് എത്തുന്നുള്ളൂ. അവരുടെ ഒരു ശരീരഭാഗം കൊണ്ടും അവർ ഹറാമ് ചെയ്യൂല, കൽപ്പനകൾ മാത്രം പാലിക്കും, ജീവിതത്തിൽ കൊണ്ടുവരും. ഇതും കഴിഞ്ഞ് മറ്റൊരു തലത്തിലേക്ക് നോമ്പിനെ ഇമാം ഗസാലി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് VIP-കളുടെ നോമ്പാണ്, അഖസ്സുൽ ഖവാസിന്റെ നോമ്പ്. അവരുടെ ഹൃദയത്തിൽ പോലും അല്ലാഹു അല്ലാത്തൊരു ചിന്ത കടന്നു വരില്ല എന്ന്. നോമ്പിന്റെ ഫർളും ഷർത്തും പാലിക്കുമെന്ന ഒന്നാം ടീമിൻ്റെതും അവരുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് ഒരു ഹറാമും പ്രവർത്തിക്കില്ലെന്ന രണ്ടാം വിഭാഗത്തിൻ്റെതും പൂർണ്ണമായി അനുഷ്ഠിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തൊരു ചിന്ത പോലും അവരുടെ മനസ്സിലേക്ക് കടന്നു വരില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയിലും സന്തോഷത്തിലും റബ്ബിനെക്കുറിച്ചുള്ള വിചിന്തനത്തിലും റബ്ബിനെക്കുറിച്ചുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പഠനത്തിലുമായിട്ട് അവർ ജീവിതം മാറ്റിവെക്കും. ഈ നോമ്പുകാരന് മനസ്സിൽ അള്ളാഹ് അല്ലാത്തൊരു ചിന്ത വരുമ്പോഴേക്ക് നോമ്പ് മുറിയുന്നു. അങ്ങനെയാണ് മഹാപണ്ഡിതന്മാരൊക്കെ ജീവിച്ചതെന്ന് നമുക്ക് അവരുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ എൻ്റെ ചിന്തയിലേക്ക് റബ്ബേ നീയല്ലാത്തൊരു വിചാരം കടന്നു വന്നാൽ അതോടുകൂടെ മുർത്തദ്ദായി എന്ന് ഞാനങ്ങ് പ്രഖ്യാപിക്കുമെന്ന് ഇബ്നുൽ അറബി തങ്ങളെ പോലെയുള്ളവരൊക്കെ പാടി നടന്നത് കാണാം.